ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് യമ്മി ആൻഡ് ടേസ്റ്റി ഒരു വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അമ്മയുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ മുട്ട ചേർക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ എടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വാനില എസൻസ് കുറച്ച് നമ്മുടെ ഈ മുട്ടയ്ക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ട സ്റ്റിഫായി വരുന്നിട വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു മിക്സർ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് ഈ പൊടിച്ച പഞ്ചസാര നമ്മുടെ മുട്ടയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം, ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യാവേ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദ, കറക്റ്റ് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ചേർത്ത് മൈദ നല്ലോണം അരിച്ചെടുക്കാതെ, എന്നുവെച്ചാൽ കട്ടകളില്ലാത്ത രീതിയിൽ അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലോട്ട് നമ്മുടെ അരിച്ച് വെച്ച മൈദ ഒന്നുകൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ബിക്കോസ് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് കുറച്ചായിട്ട് ചേർക്കുമ്പോൾ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതാകുമ്പോൾ ലംസ് ഒന്നും കിട്ടാതെ തന്നെ നല്ല ഇതുപോലെ വരും. അപ്പോൾ കുറച്ചായിട്ട് പാൽ കൂടെ ചേർത്ത് കൊടുക്കാതെ, ഈ ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം നമ്മുടെ കേക്ക് ബാറ്റർ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടല്ലോ, ഇതുപോലെ വരണം. എന്നിട്ട് നമ്മുടെ സ്മൂത്ത് ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അടിയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ വെറുതെ ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാത്ത രീതിയിൽ നല്ലോണം ടാപ്പ് ചെയ്ത് ഒരു ഇഡ്ഡലി കുട്ടകം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് അതിനകത്തേക്കാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. 45 മിനിറ്റാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. നമ്മുടെ ക്രീമിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കാം. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല വിപ്ഡായി വരുന്നിടം വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ ക്രീം നല്ല വിപ്ഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇതാ അടിപൊളിയായിട്ട് വെന്ത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും സ്റ്റിക്കോ വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വരണം. അപ്പോൾ ഇതാ അഴുക്കൊന്നുമില്ലാതെ ക്ലീനായി വന്നു എന്ന് വെച്ചാൽ ഇത് വെന്തെന്നാണ് അർത്ഥം. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കാൻ മാറ്റി വയ്ക്കാവേ. നല്ല ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറകെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഡീമോൾഡായിട്ട് വരും. നമുക്ക് ഈ കേക്ക് മാറ്റി വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം തിളയ്ക്കട്ടെ. നല്ലവണ്ണം തിളച്ച് നമ്മുടെ വെള്ളം കുറച്ച് വറ്റണം. അപ്പോഴാണ് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലവണ്ണം തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ടോയിൻ വെച്ചാണ് കേട്ടോ ഞാൻ ഇവിടെ മുറിച്ചത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാതെ ഓരോ ലെയേഴ്സിലും നല്ല സ്വീറ്റ് ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോക്കാവുന്ന രീതിയിൽ എല്ലായിടത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത ക്രീം തേച്ച് കൊടുക്കാം. നമ്മളിനി നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ലെയർ തിരിച്ച് വെച്ച് കൊടുക്കാതെ, എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വിപ്പ് ചെയ്ത് വെച്ച ക്രീം തേച്ച് കൊടുക്കാം. ഫുള്ളി കവറാവുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതായത് നടുക്കത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. ഫുള്ളും ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അത് കവർ ചെയ്ത് കറക്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ
തേർഡ് ലെയർ, അതായത് ഏറ്റവും അടിയിലത്തെ ലെയർ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളി കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണല്ലോ ഒരു കറക്റ്റ് ഷേപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടേ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഐസിങ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഫുൾ ഡെക്കറേഷൻ ബാക്കി വരുന്നുണ്ട്. ബട്ട് എനിക്കിപ്പോൾ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് കേക്ക് അവസാനത്തെ ഇതാണ് കേട്ടോ കാണിക്കുന്നത്. ബർത്ത്ഡേ തിരക്കിൽ ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് പിങ്ക് എസൻസ് ചേർത്തിട്ട് വിപ്പ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഫേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ചെയ്തു. പിന്നെ ഒരു ടോപ്പറും വെച്ചു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.